എടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ 3ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നപ്പോൾ പെൻസിലൊക്കെ വെച്ച് എഴുതിക്കൊണ്ടിരുന്ന സമയം? നമ്മൾ പെൻസിലൊക്കെ എഴുതി മൂന്നിലൊക്കെ ആവും. മൂന്നിലായി കഴിഞ്ഞിട്ട് നാലിലോട്ട് ആവാൻ നേരത്താണ് ഈ പേനയിലോട്ടാവുന്നത്. ടീച്ചർമാരൊക്കെ വന്നിട്ട് പറയും, ആ നിങ്ങൾ അടുത്ത വർഷം തൊട്ട് പേനയാണ്, നിങ്ങൾക്ക് പെൻസിൽ. നമ്മൾ ഈ പെൻസിലും കൊണ്ട് 4ാം ക്ലാസ്സിൽ ചെന്ന് കയറും. ചെന്ന് കയറുമ്പോൾ പറയും, പെൻസിലല്ല പേനയാണ്, നാളെ തൊട്ട് നിങ്ങൾ പേന കൊണ്ട് വരണമെന്ന് പറയും. ഓ, അതൊക്കെ കിട്ടിയ ഒരു ഫീൽ എൻ്റെ മോന് വിഷയമായിരുന്നു. ഓ, കിടിലമായിരുന്നു. മൂന്നിൽ നിന്ന് നാലിലോട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് പേന, ഓ, എല്ലാവരും മുമ്പിൽ നമ്മൾ പേനയൊക്കെ വെച്ച് എഴുതുമ്പം, എന്നുവെച്ചാൽ നമ്മൾ ഈ എക്സാം ടൈമിലൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാം കൂടെ മിക്സഡ് ആയിട്ടായിരിക്കും എക്സാം എഴുതുന്നത്. നമ്മൾ നാലിലോട്ട് എത്തിയിട്ട് മൂന്നിലിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും. നമ്മൾ പേനയൊക്കെ വെച്ച് കിട്ടിലായിട്ട് ഇങ്ങനെ എഴുതുമ്പോഴത്തേക്ക് അവർ പെൻസിൽ വെച്ച് എഴുതി മായ്ക്ക്, റബ്ബറും വെച്ച് മാച്ച് ഇങ്ങനെ ഇരുന്നിട്ട് എഴുതും. ഓ, അതൊക്കെ ഒരു ഫീലായിരുന്നു. നമ്മൾ മറ്റേ സീനിയർ ഉണ്ടല്ലോ, സീനിയോറിറ്റി അതിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഫ്ലെക്സ് ചെയ്യുമായിരുന്നു പേനയൊക്കെ വെച്ച് ഞാനൊക്കെ ആണെങ്കിൽ പേനയൊക്കെ വെച്ച് പേന ഫൈറ്റ്. അന്ന് എൻ്റെ മോന് പേന ഫൈറ്റ് ആയിരുന്നു വിഷയം. പേന ഫൈറ്റ്, കമ്പി ആണി എല്ലാം തിരുവി കയറ്റി റബ്ബറൊക്കെ ഇട്ട് പേന ഫൈറ്റ് കിട്ടിലുമായിരുന്നു അന്നൊക്കെ. കിട്ടിലുമായിരുന്നു അന്നൊക്കെ. എന്തോ വലിയ സംഭവം കണക്കാണ് നമ്മൾ ആ പേനയും കൊണ്ട് കിടന്നത്. അന്ന് പക്ഷേ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ പേന നമുക്ക് കിട്ടിയതിന് ശേഷം മായ്ക്കാൻ പറ്റൂല എഴുതിയത്. പേന ഇട്ട് എഴുതിയാൽ മായ്ക്കാൻ പറ്റൂല. അതായിരുന്നു ഏറ്റവും വലിയ തൊല്ല. പെൻസിലിട്ട് എഴുതി മായ്ക്കുന്നു. അന്ന് സിമ്പിളായിരുന്നു. അപ്പോഴാണ് നമ്മൾ പെൻസിലിന്റെ വില അറിഞ്ഞത്. പിന്നെ കൂട്ടുകാരും മറ്റേ പേന മായ്ക്കുന്ന വെള്ളയും നീലയുള്ള റബ്ബർ കട്ടയുണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ ഇട്ട് മായ്ക്കും. അയ്യോ, അതൊക്കെ ഒരു കാലം. മായ്ച്ച് അടപ്പുള്ള അവസാനം പേപ്പർ കീറുന്നതൊക്കെ കണക്ക് മായ്ക്കും. പേപ്പർ കീറുന്നതല്ലാതെ അത് മായത്തില്ല, വെറുതെയാണ്, പറ്റിപ്പാണ്, മേടിക്കല്ലേ ഒന്നും. അതൊക്കെ ഒരു കാലോടാ. ബി ഹാപ്പി ഗൈസ്, ബൈ.